അയ്യ, അയ്യ, എന്റെ കണ്ണുകൾക്ക് താങ്ങാനാകുന്നില്ല ഇതൊന്നും. ഞാൻ സ്വപ്നം കണ്ടിരുന്ന എന്റെ ഇന്ത്യ അല്ല ഇത്. എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? അക്രമവും അനീതിയും അരങ്ങുവാഴുന്നു. നാട്ടിൽ അരാജകത്വം നിലനിൽക്കുന്നു. കൊള്ളയും കൊലയും തുടർക്കഥയാവുന്നു. ഈ നാടിനു വേണ്ടി നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾ, നമ്മൾ ഒഴുക്കിയ വിയർപ്പ് എല്ലാം വെറുതെയായോ മഹാത്മാവ്? ഇല്ല, അഹിംസയിൽ വാർത്തെടുത്ത നമ്മുടെ ഭാരതം ഒരിക്കലും ഇങ്ങനെ ആവില്ല. ഇല്ല, എനിക്കെൻ്റെ നാട് ഒന്നുകൂടെ ഒന്ന് കാണണം. ഞങ്ങളുമുണ്ട് മഹാത്മാവേ, ഞങ്ങളുമുണ്ട്. എങ്കിൽ നമുക്ക് പോകാം, ഒരുമിച്ച് പോവാം. വരൂ, നമുക്ക് പോകാം. മഹാത്മാവേ, ഇന്ത്യയുടെ വീരപുത്ര, മലയാളക്കരയിലേക്ക് സ്വാഗതം. കുഞ്ഞാലിമരക്കാർ, വെള്ളക്കാരൻ്റെ കാഞ്ചിക്ക് മുന്നിൽ ഇടനെഞ്ച് കാണിച്ച് ആടിനെ കാത്ത രക്തസാക്ഷികളുടെ നാടാണ് നിന്റെ നാട്. ഇവിടെ നിന്നെങ്കിലും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കാണാനാകുമോ? അതെ, ഇതുവരെ കണ്ട കാഴ്ചകൾ വയ്യ. ഇനിയും ഒരു കാഴ്ചക്കാരനാവാൻ എനിക്ക് വയ്യ. നമുക്ക് പ്രതീക്ഷിക്കാം, എൻ്റെ ഈ നാട്ടിൽ നിന്നെങ്കിലും നന്മകൾ നിറഞ്ഞ കാഴ്ചകൾ. നാടിൻ്റെ മിടിപ്പറിയാൻ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ചെല്ലാം. അവിടുത്തെ ഗ്രാമസഭകളും കാര്യാലയങ്ങളും നമുക്ക് സന്ദർശിക്കാം. വരൂ മഹാത്മാവേ, വരൂ വീരപുത്ര, നമുക്ക് പോകാം. സാറേ, ഏത്തവിടെ എൻ്റെ കൃഷിനാശത്തിൻ്റെ അപേക്ഷ ആരാ? ഉറങ്ങണ ആളാ? സാറേ, എൻ്റെ കൃഷിനാശത്തിൽ സാറിൻ്റെ കൃഷി അല്ല, അത് പുറത്തേക്കുള്ള വഴിയല്ലേ? നിങ്ങളെന്താളെ പൊട്ട കളിപ്പിക്കുക? ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പണി? മനുഷ്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാ ഈ കൃഷിയൊക്കെ ചെയ്തത്. അതാണെങ്കിൽ കഴിഞ്ഞ മഴക്കാലത്ത് നശിച്ചു പോയി. ബാങ്കിൽ പലിശയും കൂട്ടുപലിശയും പെരുകി വരിക. നിങ്ങൾക്കറിയോ, കിടപ്പാടം വരെ വിൽക്കേണ്ട ഗതികേടില്ല ഞാനിപ്പോ. എത്ര ദിവസമായി ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നടന്ന് മനുഷ്യന്റെ നാട്ടു ഓട്ടിച്ച്
ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നാശം? ആ സാറേ, നാശം തന്നെ. എന്റെ കൃഷി നാശം തന്നെയാണ്. എല്ലാ നാശവും പെടടോ. സാറേ, എന്റെ കൃഷി നാശം. പണ്ടാറണങ്ങാൻ ഇത് വലിയ ശല്യമായല്ലോ. മനുഷ്യനൊരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. എന്താ നിങ്ങളെ പ്രശ്നം? ഇവിടെ വരി. ഇത് സാറേ, കൃഷിനാശത്തിന്റെ അപേക്ഷയാണ് സാറേ. ഇതൊന്ന് സ്വീകരിക്കണം സാറേ. ഒക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങളൊന്ന് പുറത്തു പോയിരിക്കേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളി. ഇപ്പോഴെങ്കിലും ഒന്ന് ശരിയായ മതിയായിരുന്നു. എത്ര ദിവസമായി മനുഷ്യനെ വിട. ആ ആരാ? അതെ, സുഗുണം തന്നെ. ആ ആ മൂസക്കയോ? ആ എന്താ മൂസക്ക? ആ പറയേ. ആ ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം മൂസക്ക. ഞാനിവിടെ തന്നെ. പിന്നെ എന്തിനാ ഞാൻ ഈ കതറിട്ട് നടക്കുന്നത്? ആ ഏയ് അതെന്താ പറയണ മൂസക്ക? നിങ്ങളുടെ മോൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു വോട്ടല്ലേ? എൻ്റെ മോനെ പോലെ തന്നെ അല്ലേ? ആ നമുക്കൊക്കെ ശരിയാക്കാം. വരുന്ന കുമ്പെട്ടിന് നമുക്ക് നോക്കാം. ആ ഓക്കെ. അല്ല, ആ ഇതിപ്പോ ഏതാ മാസം? ഇത് ഒക്ടോബർ ഇടൂ. അതല്ലാന്ന്, മലയാളം ഏതാന്ന്? ആ ആർക്കറിയണ്? അല്ല, അപ്പൊ ഈ കുമ്പെട്ട് എന്ന് പറഞ്ഞത്? അതെല്ലാ കൊല്ലവും വരണല്ലേ എൻ്റെ ചന്ദ്രപ്പൻ സാറേ. നിങ്ങളൊക്കെ എന്താ കരുതിയേ? ഈ സുഗുണം വെറുതെ അങ്ങ് ഈ കതറിൻ്റെ അകത്ത് കയറിയൊന്നല്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് ഒരുപാട് ചോളങ്ങനെ ഇറക്കിയിട്ട് തന്നെയാണ് ഓരോരുത്തന്മാരും വന്ന് വോട്ട് കുത്തിയത്. എന്നിട്ടിപ്പം നാട്ടുകാരെ നന്നാക്കണം പോലും. ഇതേ എൻ്റെ ഒരു സേവോപാധിയാണ്, അല്ലാതെ കണ്ണി കാണുന്നവരൊക്കെ സഹായിക്കാനുള്ളൊരു സേവനോപാധിയൊന്നല്ല. അയ്യോ അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യില്ലേ. അയ്യോ അയ്യോ, എന്നൊന്നും ചെയ്യില്ലേ. ഞാനൊരു പാവ കല്ലുടിയാണ്. അല്ല രമേശ, എന്താ ഇത് പഞ്ചായത്ത് ഓഫീസിൽ അന്നത്തെ പരിപാടി? അയ്യോ അല്ല, എവിടുന്നോ കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ സാറേ, അതൊരു തെരുവുനായ. ഇപ്പൊ അവരൊക്കെ വലിയ പുള്ളികളാണല്ലോ. ആ പിന്നെ സാറ് പറഞ്ഞ കാര്യം, ഇത് ഇന്നലെ എൻ്റെ പെർഫോമൻസിന് നാട്ടുകാരൊന്ന് സ്നേഹിച്ചതാ. ഇപ്പൊ മനുഷ്യന്മാർക്കൊന്നും ഒരു വിലയില്ലല്ലോ. പക്ഷേ തെരുവുനായ തൊട്ട് കളിച്ച ചോദിക്കാനും പറയാനും ഇവിടെ 1000 പേര് അല്ലേ? രമേശ, എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളടിച്ച് പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് വരരുതെന്ന്. ഇപ്പൊ പോയെ വാള് വെക്കാതെ പോയെ. നോട്ട് ദ പോയിന്റ്.
എന്താ തങ്കപ്പ സാറേ പറയുന്നത്? ഇപ്പം സാർക്ക് എന്താ പ്രശ്നം? ഞാൻ വെള്ളമടിച്ചാണ് പ്രശ്നം. ഞാൻ വെള്ളമടിച്ചാണ് അപ്പം പ്രശ്നം അല്ലേ? ഇപ്പം ശരിയാക്കി തരാം സാറേ. എപ്പോഴ ആ കണ്ട കണ്ട നിയമപരമായ മുന്നറിയിപ്പ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അല്ലേ? അപ്പൊ ഇനി എനിക്കെന്തോ പോവാലോ. ഇപ്പൊ സിനിമയിലും അങ്ങനെയാണല്ലോ, ഇതൊക്കെ എഴുതി കാണിക്കുക, ഇതൊക്കെ ചെയ്യുക അല്ലേ? ഞാൻ ലീഗലാ സാറേ, ഞാൻ ലീഗലാന്ന്. എന്തൊരു എന്താടുന്നുണ്ട് രമേശ, എന്താ ഇവിടെ പരിപാടി? ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് നിന്റെ കുതിര കളിച്ച് പോ. നീ പോടക്ക പ്ലീസ്. നോട്ട് ദ പോയിന്റ്. ദേവന്റെയൊക്കെ നേതാക്കന്മാർക്ക് കോടികൾ എണ്ണിക്കൊടുത്തിട്ടാ ഞങ്ങൾ ഈ മൗലി എന്താ ഇത് പേരിൻ്റെ ഇഷ്ട മൗലികാവകാശം ആയ മദ്യം നേടിയെടുത്തത്. ഓക്കെ, അതിൽ കയറി ചോദ്യം ചെയ്ത് ആ മൗലികാവകാശമൊക്കെ വീട്ടിൽ കൊണ്ട് കാണിക്കും. ചെല്ലേ അത് മര്യാദ, അത് മര്യാദ. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ. അയ്യോ വേണ്ട, എൻ്റെ കയ്യിൽ കോടികളൊന്നുമില്ല കൊടുക്കാൻ. എൻ്റെ ചന്ദ്രപ്പ സാറേ, ഇങ്ങനെയൊക്കെ ഉമാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളൊരു കഞ്ഞൂടി മുട്ടും. മോനെ സുഗുണ, ആ മൂസക്കോ, നീ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അങ്ങോട്ട് വിശ്വസിച്ച് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നീ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് വരുന്നത്. ഇല്ല മൂസക്ക, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഇവിടെ പൊട്ടി മുളച്ചാ അതൊന്നും സാരല്ല കേട്ടോ. അതല്ല ഇപ്പോൾ നമ്മുടെ പ്രശ്നേ. എപ്പോഴാണ് നമുക്കൊന്ന് പോകാൻ പറ്റുക? മുഖ്യമന്ത്രിനൊന്ന് കാണണം. എൻ്റെ കുട്ടിൻ്റെ കാര്യം ഒന്ന് പറയണം. മൂപ്പര് വിചാരിച്ച ഒന്നും നടക്കൂല. അല്ല, ആ തീവ്രവാദി ചെക്കൻ്റെ കാര്യമല്ലേ? ഏത് തീവ്രവാദികളോ? എൻ്റെ മോ സുക്കൂറിൻ്റെ കാര്യമോ? ഓനെന്ത് തീവ്രവാദാണോ ചെയ്ത്? സുധീറിന്റെ മൊബൈൽ കടയിൽ നിന്നതോ? ഓടെ ഒരു ദിവസം എത്ര ആൾക്കാർ വന്നു പോണോ? എത്ര സിം കണക്ഷൻ എടുക്കണ? അതിൽ ഏതോ ഒരാറാം പറഞ്ഞോ രാജ്യദ്രോഹം ചെയ്തതിന് എന്റെ കുട്ടി എന്ത് പഴച്ചു? വരുന്നവരുടെ നെറ്റത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ തീവ്രവാദിയാണെന്ന്? 4 കൊല്ലം 4 കൊല്ലേ. അതൊക്കെ ശരിയാക്കാം മൂസക്ക, നമുക്കതൊക്കെ ശരിയാക്കാം. നിങ്ങളാണ് നടക്കേ. എവിടെയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ? ഇനിയും നിങ്ങളിത് കാണണ്ടേ? നാടിൻ്റെ നന്മകൾ അറിയാൻ ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? വയ്യ, ഇതൊന്നും കാണാൻ വയ്യ. ഈ തിന്മക്കെതിരെ പ്രതികരിക്കേണ്ട യുവാക്കൾ എവിടെയാണ്? അതാ അവിടെ ഒരു കൂട്ടം യുവാക്കൾ. നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ. തീർച്ചയായും.
അടിക്കണ് തകിട തകിട മേളം അടിക്കണ് കയ്യും കാലും വെറ വെറക്കണ് പെട്ട പെട്ടക്കണ് തുട്ടി തുട്ടിക്കണ് പെരുവിരൽ പെരുത്ത് കയ്യാറാണ് വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളണ് നിർത്തി നിങ്ങളുടെ ആഭാസങ്ങൾ. നിങ്ങളാണോ ഇന്നിന്റെ യുവത്വം? നിങ്ങളാണോ ഇന്നിന്റെ യുവത്വം? തിന്മയുടെ ശക്തികൾ അറിഞ്ഞു തകർക്കുമ്പോൾ നന്മയുടെ പ്രതിരോധം തീർക്കേണ്ട നിങ്ങൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? വരൂ, മുന്നോട്ട് വരൂ, വരൂ, മുന്നോട്ട് വരൂ. ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ട യുവാക്കൾ എവിടെയാണ്? ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? ഞാനുണ്ട്. ഞാനുണ്ട്. വരൂ, കടന്നു വരൂ. പ്രിയ ജനങ്ങളെ, നിങ്ങൾ ഈ യുവാക്കളെ പിന്തുണയ്ക്കൂ. ഇനി വരുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് കൈകൾ കോർക്കാം. നിങ്ങൾ മറന്നു തുടങ്ങിയ നമ്മുടെ പ്രതിജ്ഞ നമുക്ക് ഒരിക്കൽ കൂടെ ഓർക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്.